സ്വാഗതം. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നതാണ് കൊക്കനട്ട് ക്യാൻഡിൽ കേട്ടോ. ശരിക്കും പറഞ്ഞാലേ നമ്മളാണ് ആദ്യമായിട്ട് ഈ കൊക്കനട്ട് ക്യാൻഡിൽ ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. കൊക്കനട്ടിൻ്റെ ക്യാൻഡിൽ ഞാൻ കണ്ടിട്ടില്ലേ. ശരിക്കും നമ്മളുണ്ടാക്കിയപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഒറിജിനലായിട്ട് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷിച്ചില്ല. അതെ, താഴേക്ക് ആ ഡാർക്ക് ഷെയ്ഡും മേളിൽ വേറൊരു കളറൊക്കെ വന്നിട്ടില്ലേ, കറക്റ്റ് ആ ലൈറ്റ് കളറൊക്കെ വന്നിട്ട് ശരിക്കും ഒറിജിനലായിട്ട് തോന്നണം കേട്ടോ. അത് തണ്ടൊക്കെ വന്നിട്ട് അടിപൊളി. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആദ്യം നമുക്ക് കണ്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് തിരി കത്തിച്ച് നോക്കാം. നമ്മുടെ തേങ്ങ കിട്ടിപ്പോയിട്ടാ. ബാക്കി പരിപാടി നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട്. അപ്പോൾ ഇതിനായിട്ട് നമ്മളത് ഇങ്ങനെ ഒരു ടിൻ എടുത്തിട്ടുണ്ട്. അതായത് പൊട്ടിയ ടിന്നാണ്, പഴയ ടിന്നാണ് കേട്ടോ. ഈ കരിക്ക് ഇത് ഇങ്ങനെ ഇരിക്കാവുന്ന രീതിയിൽ, നല്ല ലൂസായിട്ട് ഇരിക്കാവുന്ന രീതിയിൽ ഉള്ളൊരു ടിൻ എടുക്കുക. എന്നിട്ട് ഇപ്പം നമ്മൾ പൊട്ടിയ ടിന്നായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു മാസ്കിങ് ടേപ്പ്, എന്തെങ്കിലും ടേപ്പ് കൊണ്ടൊന്ന് ഒട്ടിച്ച് വെക്കണം കേട്ടോ. പൊട്ടിയ സ്ഥലം ലീക്കായി ഇങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ടേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഈ പാത്രം എടുത്തത്. അല്ലെങ്കിൽ പൊട്ടാത്ത ടിന്നാണെങ്കിൽ എളുപ്പമായിരുന്നു. ഇപ്പോൾ ഒട്ടിച്ചൊക്കെ എടുക്കേണ്ടി വന്നു, സാരമില്ല. ഇനി നമുക്ക് ഈ ടിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ടിന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് നമ്മുടെ തേങ്ങ എടുക്കുക. അതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷൻ നോക്കി മാർക്ക് ചെയ്യണം. സെൻറ്റർ എന്ന് പറഞ്ഞാൽ ലോക്ക് വരാത്ത രീതിയിൽ മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരിസ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരിസ് എടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ മാർക്ക് ചെയ്തേക്കണ ഭാഗം ഇങ്ങനെ ഉള്ളിൽ വരണം, പ്ലാസ്റ്റർ ഓഫ് പാരിസിൻ്റെ ഉള്ളിൽ വരണം. ആ രീതിയിൽ വേണം നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരിസ് എടുത്തൊഴിക്കാൻ. അതായത് ഈ ബേസിൻ്റെ പകുതിയോളം പ്ലാസ്റ്റർ ഓഫ് പാരിസ് ഒഴിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരിസ് ഉപ്പൊരു ടെക്നിക്കാണ് കേട്ടോ, സീക്രട്ട് ടെക്നിക്കാണ് ഇത്. അങ്ങനെ ഇങ്ങനെ ആരും ഇട്ട് കണ്ടിട്ടില്ല. നല്ല സ്ട്രോങ് ആവും ഉപ്പിടുമ്പോഴേക്കുവേ, സ്ട്രോങ് ആവും, നല്ല ഹാർഡാവും, പിന്നെ ബബിൾസ് ഒക്കെ പോകും. അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് എടുത്തേക്കണത്. ഇനി നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരിസ് ഇടാം. അപ്പോൾ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് കുറച്ച് ഉപ്പിടാൻ പോവാണ് കേട്ടോ. ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരിസ് ഇടാം കേട്ടോ. പ്ലാസ്റ്റർ ഓഫ് പാരിസ് ഇടുമ്പോൾ സ്പീഡിലിടണം, കട്ടയായി പോകരുത്. ഇപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു പകുതി പോർഷൻ വരുന്ന രീതിയിൽ ഒഴിക്കാം. നമ്മുടെ തേങ്ങയിലേക്ക് നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ടാ, എണ്ണ ബ്രഷ് ചെയ്ത്. അതൊന്നും പറയാനുള്ള സമയം കിട്ടിയില്ല, പെട്ടെന്നായിപ്പോയി. നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗം വെച്ച് ഇങ്ങനെ നിർത്തിയേക്കുവാണേ. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് അത്രയും പ്ലാസ്റ്റർ ഓഫ് പാരിസിലേക്ക് ഇറക്കി വെച്ചിരിക്കുവാണേ. അപ്പോൾ വിട്ട് കളയരുത്, പെട്ടെന്ന് താഴേക്ക് പോകുമല്ലോ. അതുകൊണ്ടൊന്ന് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം കേട്ടോ. ഒന്ന് ടൈറ്റ് ആകണ വരെ, പ്ലാസ്റ്റർ ഓഫ് പാരിസ് ടൈറ്റ് ആകണ വരെ നമുക്കിങ്ങനെ പിടിച്ചോണ്ടിരിക്കാം. ഇപ്പം നമ്മുടെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരിസ് കലക്കി ഒഴിച്ച് ഇങ്ങനെ വെച്ചിട്ട് 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ല ചൂടൊക്കെ ആയി വരണുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി ബാക്കി പോർഷനും കൂടി ഒഴിക്കണം. അതിന് മുൻപായിട്ട് ഈ ബാക്കി ഇങ്ങനെ വന്ന് നിൽക്കുന്ന ആ തണ്ടം കൂടെ കട്ട് ചെയ്ത് കളയണേ, അല്ലെങ്കിൽ ലോക്ക് വീഴും. അതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ ഇങ്ങനെ വാക്സ് ഇതിനകത്തേക്ക് ഒഴിക്കാനുള്ള ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം അതിനായിട്ട് നമ്മളിങ്ങനെ സൈഡിൽ ക്ലേ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുവാണേ. ഈ എഡ്ജൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഈ തേങ്ങയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തേക്കാവേ. ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷനിലേക്ക് ഓയിൽ ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണേ. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുൻപ് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യണം. നമ്മൾ ബാക്കി പോർഷനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഇവിടെ ഈ മേൽഭാഗത്ത് ഇത്തിരി കട്ടി കുറവുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തിരി ടൈറ്റായി കഴിയുമ്പോൾ ഇങ്ങനെ ഇച്ചിരിച്ച് ഇതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. അപ്പം നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരിസ് സെറ്റാക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് വേണം. അപ്പോൾ സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഈ മെഴുകുതിരി എല്ലാം ഒന്ന് ഉരുക്കിയെടുക്കാവേ. അപ്പം നമുക്ക് ടെൻഡർ കൊക്കനട്ടിൻ്റെ കളർ വരുന്ന രീതിയിൽ മഞ്ഞയും ഓറഞ്ചും കളറൊക്കെ ഇങ്ങനെ ക്രയോൺസ് ഇട്ട് കൊടുക്കാവേ. ഇതും കൂടി ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാൻ നന്നായിട്ട്.
ആ മഞ്ഞ കളറും ഓറഞ്ച് കളറും ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നല്ലൊരു കളർ വരും മച്ചാനെ. ഇതേ അപ്പം നമ്മുടെ വാക്സ് ഒക്കെ നന്നായിട്ട് ഇരിക്കിയിട്ടുണ്ടേ. ആ മെഴുകുതിരിയുടെ നൂല് അത് നമ്മളെടുത്ത് കളയുവാണ് കേട്ടോ. ഇതേ അപ്പം നമ്മുടെ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഏകദേശം തണുത്ത് അപ്പം ശരിക്കും സെറ്റ് ആകേണ്ട സമയമായി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഈ ബോക്സ് ഈ ടിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ പോണ കേട്ടോ. അപ്പം അകത്തിരിക്കണമെന്ന് പൊട്ടാത്ത രീതിയിൽ കട്ട് ചെയ്യണേ. ഇങ്ങനെ ചരിച്ചൊക്കെ ഇടുമ്പോൾ പൊട്ടിപ്പോകരുതേ, സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ കിട്ടി അമ്മ. അങ്ങനെ നമ്മുടെ മോൾഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഇത് നമ്മൾ 2 പീസാക്കി ഇങ്ങനെ റിലീസ് ചെയ്യാൻ പോവുകയാണേ. ഇങ്ങനെ കിടത്തേക്ക് ഇടുമ്പോൾ വളരെയധികം സൂക്ഷിക്കണേ, കാരണം ഇത് വിട്ടുപോയാൽ തീർന്നു. അമ്മേ അടിപൊളി സൂപ്പർ. ഇതേ നമ്മുടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രശ്നവും ഇതുവരെ പ്രശ്നമൊന്നും കിട്ടിയിട്ടില്ല. ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് റിലീസ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും പറ്റുമോ നമുക്ക് നോക്കാവേ. റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇത്ര നേരം ചെയ്ത് വെറുതെ പോവും. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഈ ക്ലേ ഇങ്ങനെ ഒന്ന് അഴിച്ചെടുക്കാവേ. ഇത് പെട്ടെന്ന് പോന്നിട്ടാ. അപ്പം ഇനി ഈ സൈഡിൽ കൂടി ഇങ്ങനെ നമുക്ക് കത്തി പയ്യെ കുത്തിയെടുക്കാം കേട്ടോ. കത്തി കൊണ്ട് കുത്തിയിട്ട് കത്തി അതിനുള്ളിലേക്ക് കയറിപ്പോണു, തേങ്ങയുടെ ഉള്ളിലേക്ക്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു വടി എടുത്തിട്ട് കുത്തി നോക്കാതെ വളരെയധികം സൂക്ഷിച്ച് കുത്തണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. ഇത്തിരിയും കൂടി ബലത്തി കുത്തിക്കഴിഞ്ഞാൽ താഴെ വീഴും കേട്ടോ. ജസ്റ്റ് ഒന്ന് അനങ്ങിയൊക്കെ വരണണ്ടേ. കിട്ടി പോന്നേ. ഇതില്ലേ ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. രക്ഷപ്പെട്ട് അടിപൊളി. ഇത് കറക്റ്റ് മോൾഡ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടേ. നമ്മുടെ മോൾഡിനകത്ത് നന്നായിട്ട് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണേ. അത് ആ ഹോളിലൊക്കെ നന്നായിട്ട് ചെല്ലുന്ന രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്യണം കേട്ടോ, എല്ലായിടത്തും ചെല്ലണം. അപ്പം നമ്മളിനി ഇതിങ്ങനെ വെച്ച് അടക്കാൻ പോവാണ്. അത് മാറിപ്പോകാത്ത രീതിയിൽ, ഷേപ്പ് മാറാത്ത രീതിയിൽ തന്നെ അടക്കണേ. ഓക്കെ. ഇനി നമുക്ക് ഷേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കട്ടിങ് ഉള്ള ആ ഭാഗത്ത് നമ്മുടെ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണേ. ഗൈസ് നമ്മൾ നമ്മുടെ ഇതിനകത്തേക്ക് മോൾഡിനകത്തേക്ക് ഈ മെഴുകുരുക്കിയത് ഒഴിക്കാൻ പോവാണേ. എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയാൻ പാടില്ല, ചിലപ്പോൾ പൊട്ടിത്തെറിക്കുമായിരിക്കും. എന്താണെന്ന് എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്കിപ്പോൾ കണ്ടറിയാം. ഞാനൊരു ധൈര്യം ഉണ്ടാക്കി കൂടെ ഒഴിക്കുവാണേ. ഈ ഹോളിലൂടെ അങ്ങ് ഒഴിച്ചേക്കാം. അയ്യോ പുറത്ത് ചാടല്ലേ. അപ്പം നമ്മൾ തിരിയിൽ ഇങ്ങനെ മെഴുക് ഇങ്ങനെ മുക്കി എടുത്തിട്ട് സ്റ്റിക്ക് പോലെ ഒരു വടി പോലെ എടുത്ത് വെച്ചിരിക്കുവാണേ. അതിങ്ങനെ പെട്ടെന്നൊന്ന് ഇറക്കണേ. ഗൈസ് നമ്മുടെ കോക്കനട്ട് ക്യാൻഡിൽ നമുക്ക് റിലീസ് ചെയ്യാൻ പോവാണ് കേട്ടാ. എന്ത് സംഭവിക്കും നമുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാലേ അറിയുമല്ലേ. ആദ്യം നമുക്ക് നമ്മുടെ ടേപ്പ് ഒന്ന് അഴിച്ചെടുക്കാം കേട്ടോ. അഴിച്ചു വച്ചാമാരെ ഇതായിട്ട് എടുത്ത് വെക്കുമ്പോൾ ഒരു ടെൻഷൻ. നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ്. വളരെയധികം സൂക്ഷിച്ച് വേണം കേട്ടോ. അതിനകത്തിരിക്കുന്ന മെഴുകാണിത്. അഥവാ ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ തിക്കി നോക്കിയിട്ടൊന്നും പോരുന്നില്ല കേട്ടോ. ഇങ്ങനെ പൊടിഞ്ഞു പോരുവാണ് ചെയ്യണത്. ഇപ്പം മോൾഡ് പൊടിഞ്ഞു പോരുന്നതേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് താഴെ ഇട്ട് നോക്കാം. എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. കിട്ടിയാൽ മതിയായിരുന്നു ഇതുപോലെ. ഓഹ് രക്ഷയില്ല. ഗൈസ് നമ്മുടെ മേളിലെ ഭാഗം അടർന്നു പോന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര കഷ്ടപ്പെട്ട് ഇങ്ങനെ ക്യാമറാമാനും കൂടി വലിച്ചു പിടിച്ചൊക്കെയാണ് ഇത് അടർത്തിയെടുത്തേക്കണത്. അപ്പം താഴേക്ക് എടുക്കുന്നില്ല, കാരണം ഇതിനകത്ത് ഉള്ളിൽ നന്നായിട്ട് സെറ്റ് ആയിട്ടില്ല. കുറച്ചും കൂടി നമുക്ക് ഇതിനകത്തേക്ക് മെഴുകുരുക്കി ഒഴിച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കാൻ വെച്ചിട്ട് നമുക്ക് നാളെ രാവിലെ എടുക്കാവേ, അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ടേ.
ദേ ഇപ്പം നമ്മുടെ ക്യാൻഡിൽ ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സാവധാനം ഇങ്ങനെ സൈഡിൽ നിന്ന് വിടിയിച്ചെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് പെട്ടെന്ന് റിലീഫ് ആകേണ്ടതാണ് മോൾഡിൽ നിന്ന്. പക്ഷെ അങ്ങനെ വരാത്തത് എനിക്ക് തോന്നുന്നു ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഇത്തിരി വെള്ളം കൂടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ബിസ്ക്കറ്റ് പോലെ ഇങ്ങനെ പൊടിഞ്ഞാണ് പോരണത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വരണത്. അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് കിട്ടിയാനെ. ഇതിപ്പോൾ ഇത്തിരി കഷ്ടപ്പാടായിപ്പോയി. ഗൈസ് ദേ നമ്മുടെ കൊക്കനട്ട് ക്യാൻഡിൽ അടിപൊളിയായിട്ടാണ് കേട്ടോ കിട്ടിക്കൊണ്ടിരിക്കണത്. വളരെയധികം സൂക്ഷിച്ച് ഇങ്ങനെ എടുത്തില്ലെങ്കിൽ ഇത് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ വളരെ മൈന്യൂട്ടായിട്ട് നോക്കിയെടുക്കണം കേട്ടോ. ഒന്നും മെഴുകിൽ കൊണ്ടാൽ നമ്മുടെ പരിപാടി എല്ലാം ചീറ്റിപ്പോവും. ഗൈസ് ദേ നമ്മുടെ കോക്കനട്ട് ക്യാൻഡിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിലുള്ളത് ദേ ഇവിടെ വയ്ക്കാനുള്ള തണ്ടാണ്. ഇത് നമ്മൾ ഈ തിരി വെച്ച പോലെ തന്നെ ചരട് മെഴുകുതിരിയിലും മുക്കി എടുത്തിരിക്കുവാണ്. ഈ ഷേപ്പിൽ സ്റ്റിക്കാക്കി വെച്ചിരിക്കുവാണേ. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ കൂടാതെ ഇവിടെ ക്രയോൺസ് കൊണ്ട് ഈ സൈഡിലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ആ കറക്റ്റ് ഒരു ഡാർക്ക് കളറൊക്കെ വരില്ലേ ആ സൈഡിൽ, അതും കൂടി നമുക്ക് വരച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് ഈ തണ്ടിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇടക്ക് മാത്രം കേട്ടോ ഒന്ന് കളർ കൊടുത്തേക്കാം. നമ്മുടെ ക്യാൻഡിലിൻ്റെ പരിപാടിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നല്ല സൂപ്പറാണ് കേട്ടോ. ശരിക്കും റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. ഇനി നമുക്കിത് കത്തിച്ച് നോക്കാം. ശരിക്കില്ലേ ഇത് നമ്മുടെ കൊക്കനട്ടിൻ്റെ ക്യാൻഡിൽ കണ്ടിട്ട് ശരിക്കും സൂപ്പറാണ് കേട്ടോ. ശരിക്കില്ലേ നമ്മുടെ കറക്റ്റ് കളർ കിട്ടിയിട്ടുണ്ട് ഇതിനൊക്കെ. പിന്നെ കത്തുന്നതിനാണെങ്കിലും ഒരു മിസ്റ്റേക്കും ഇല്ല, അടിപൊളി. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇല്ലേ ക്രയോൺസിൻ്റെ കണ്ടന്റ് താഴേക്ക് വന്നുകൊണ്ടാണ് ഈ കളർ ഷെയ്ഡ് ഇങ്ങനെ വന്നേക്കണേ കേട്ടോ. ശരിക്കും അതും വളരെ റിയലിസ്റ്റിക് ആകാൻ സഹായിച്ചു നമ്മളെ. പിന്നെ ഇവിടെ താഴെ പൊട്ടിപ്പോയപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് തേച്ച് വെച്ചില്ലേ, അതും അടിപൊളിയായി. അപ്പോൾ ഏതായാലും ഈ നമ്മുടെ കൊക്കനട്ട് ക്യാൻഡിലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുവാണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. ഇനി ഇതിലും നല്ലൊരു വെടിച്ചിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ എൽസ ജമി സൈനിങ് ഔട്ട്.